ഇന്നത്തെ റെസിപ്പി നമ്മൾ മറന്നു തുടങ്ങിയ ഒരു നാടൻ പലഹാരമാണ്. കുട്ടിക്കാലത്ത് നമ്മളിത് ഒത്തിരി കഴിച്ചിട്ടുണ്ടല്ലേ. ഓട്ടടയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി ബൗളിലോട്ട് 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന കണക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഓട്ടട തയ്യാറാക്കുമ്പോൾ മാവ് കുഴയ്ക്കുമ്പോൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ട് ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. അതായത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് നാളികേരം, ശർക്കര പൊടിച്ചത്, ഏലം പൊടിച്ചത് ഇവയെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു വാഴയിലയിലോട്ട് ഒന്നുകിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ചെറിയ പോർഷൻ മാവ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വിരലുകൾ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മാക്സിമം തിന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒരു സൈഡിലോട്ട് വെച്ചതിന് ശേഷം ഇല ഒന്ന് മടക്കി വയ്ക്കാം. ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയത്തിൽ വെച്ചതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന അട വെച്ച് കൊടുക്കുക. സൈഡിലോട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലിഡ് അടച്ചതിന് ശേഷം ഓരോ മിനിറ്റും 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ആക്കിയതാണ്. ഇനി അടുത്ത സൈഡ് നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒന്ന് സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അടുത്ത സൈഡും ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അതായത് ഇല ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വരണം കേട്ടോ. എന്നാൽ മാത്രമേ ഓട്ടട ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ വാഴയില കരിഞ്ഞ് വരുന്ന ഒരു മണം വരുന്നുണ്ട്. ഇങ്ങനെ വാഴയില ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വരുന്ന ഒരു പാകം എത്തണം. എന്നാൽ മാത്രമേ ഓട്ടട നല്ല മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. അതാണ് കൂടുതൽ സ്വാദേറിയ ഓട്ടട റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്